മാള KSRTC ബസ് സ്റ്റാൻഡിലെ പ്രവേശന കവാടത്തിലെ കുഴിയെങ്കിലും അടച്ചു തരണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് പരാതി നൽകി. പൊതുപ്രവർത്തകനും മാള പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ഷാൻഡി ജോസഫ് തട്ടകത്താണ് പരാതി നൽകിയത്. തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടിട്ട് 2 വർഷം കഴിഞ്ഞുവെന്നും മുൻ മന്ത്രി ആന്റണി രാജുവിനും KSRTC MDക്കും പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഈ യാർഡ് തകർന്നു കിടക്കുകയാണ്. റോട്ടിൽ നിന്ന് ഈ സ്റ്റാൻഡിലോട്ട് കയറുന്ന ഭാഗത്ത് തന്നെയാണ് ഈ വലിയ കുഴി വെള്ളക്കെട്ടെല്ലാം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും മുൻ മന്ത്രി ആന്റണി രാജുവിനും അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും മാള KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. 40 വർഷം മുന്നേ ആരംഭിച്ച ഈ KSRTC ബസ് സ്റ്റാൻഡ് അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല. അന്ന് 50 ബസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 26 ബസ്സുകളായി കുറഞ്ഞു. അന്ന് വേളാങ്കണ്ണിക്കൊക്കെ ഇവിടുന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് കോഴിക്കോട് ട്രിപ്പ് പോലും പലപ്പോഴും മുടങ്ങുന്നൊരവസ്ഥയാണ്. വളരെ പുറകിലോട്ട് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡായി മാറിയിരിക്കുകയാണ്. ആർക്കും വേണ്ടാത്തൊരു അവസ്ഥ. അതുകൊണ്ട് ഈ KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യങ്ങളിൽ അധികൃതർക്ക് സർക്കാരിനെല്ലാം ഒരു പരിഗണന ഉണ്ടാവണം. കഴിഞ്ഞ കൊറോണ കാലത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ബസ്സുകൾ പോലും തിരിച്ചു വന്നില്ല. നിയമസഭയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ചോദിച്ചപ്പോൾ പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം ബസ്സുകൾ ഇങ്ങോട്ട് കൊടുത്തു വിടുമെന്ന് പറഞ്ഞെങ്കിലും ഒരു ബസ്സുകൾ പോലും വന്നില്ല. അതുകൊണ്ട് മാള KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പൊതുഗതാഗതം എന്ന് പറയുന്നത് ലാഭം മാത്രം നോക്കി ഓടേണ്ട ഒരു വാഹന സൗകര്യമല്ല. സാധാരണക്കാരുടെ ആവശ്യത്തിന് വേണ്ട സൗകര്യം ഒരിക്കലും കൂടി KSRTCക്കുണ്ട്. അതുകൊണ്ട് മാള KSRTC ബസ് സ്റ്റാൻഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ മന്ത്രിതലത്തിൽ ഒരു നടപടി ഉണ്ടാവണം. മുൻ മുഖ്യമന്ത്രി K കരുണാകരനാണ് 4 പതിറ്റാണ്ട് മുൻപ് മാളയ്ക്കായി ഈ KSRTC ബസ് ഡിപ്പോ അനുവദിച്ചു നൽകിയത്. 60-ൽ പരം ബസ്സുകളും വേളാങ്കണ്ണിയടക്കം ദീർഘദൂര സർവീസുകളും അന്ന് നടത്തിയിരുന്നു. സംസ്ഥാനത്ത് തന്നെ മികച്ച ഡിപ്പോകളിൽ ഒന്നായിരുന്നു മാള. വർഷങ്ങളായി ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ ഡിപ്പോയുടെ യാർഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കൊറോണ കാലത്ത് നിലവിലുണ്ടായിരുന്ന പല ബസ്സുകളും ഇവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോയി. പിന്നീട് ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയുടെ ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. എന്നാൽ നിലവിലുള്ള ബസ്സുകൾ പലപ്പോഴായി പല ഡിപ്പോകളിലേക്ക് മാറുകയും നിലവിൽ 27-ന് താഴെ ബസ്സുകളായി മാറിയതായി പറയുന്നു. കൊറോണയ്ക്ക് മുമ്പ് ഈ ഡിപ്പോയിലുണ്ടായിരുന്ന ബസ്സുകൾ തിരിച്ചു കൊണ്ടുവന്ന് ഗ്രാമങ്ങളിലൂടെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും തകർന്നു കിടക്കുന്ന യാർഡ് വളരെ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും മാള ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡിപ്പോയിൽ റോഡിനോട് ചേർന്ന് കച്ചവട സമുച്ചയം നിർമ്മിച്ചാൽ നല്ല വാടക ലഭിക്കുമെന്നും പരാതിയിൽ ഷാൻഡി ജോസഫ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ് മാള.